ആ ഒരു ബോക്സ് വർക്ക് വേണോ? അതിന് പകരം നമുക്ക് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല, പ്ലാന്റ് വെച്ചിട്ട് മറ്റേ ഇൻവെർട്ടഡ് യൂണിറ്റ് കവർ ചെയ്ത് എടുത്താൽ പോരെ? അതായാലും മതി. അപ്പൊ ഈ സീറ്റിംഗ് ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പം ഹൈറ്റിൽ വരുമ്പോ അതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനം നമുക്ക് കാണൂലല്ലോ. ഇല്ല, അത് കാണില്ല. അപ്പൊ അത് നല്ല നല്ല ഐഡിയ. ഇതുപോലെ ബോക്സ് ആയിട്ട് കവർ ചെയ്യണേനേക്കാളും. ഞാൻ വേണമെങ്കിൽ ഒരു റെഫറൻസ് ഇമേജ് അയച്ചു തരാം, പക്ഷെ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷെ നമുക്കിവിടെ ലൈവ് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിട്ടാണോ? ലൈവ് അല്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉള്ളത് മറ്റേ അതത്ര കാര്യമില്ല. വർക്ക് ഏരിയയിലെ ഒരു വിൻഡോയുടെ ഹൈറ്റ്, അത് സിൽ ലെവൽ വരുന്നത് 95-ലാണ്. അവിടെ നിന്നാണ് 50 വരുന്നത് ഹൈറ്റ്, ലിൻഡൽ ഹൈറ്റിലല്ല. അപ്പൊ പിന്നെ ഞാൻ അവിടെ ഒരു ലെഡ്ജ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് സംസാരിച്ചായിരുന്നേ. ചെറിയൊരു ലെഡ്ജ്, തലമുട്ടാത്ത രീതിയിലെ വല്ല 20 സെന്റിമീറ്റർ പ്രൊജക്ഷനോടുകൂടി. ആ ഒരു വിൻഡോയുടെ ലിൻഡൽ ലെവൽ വരാൻ നേരത്തെ ഒരു 2 ലെഡ്ജ് എല്ലാം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്ന് ഓർത്തിട്ടായിരുന്നു. പിന്നെ GTPT വേണ്ടേ അവിടെ? വാഷ് ഓക്കെ മനസ്സിലായി. വാഷ് ഇപ്പുറത്താണല്ലോ ഇവിടുത്തെ കിഴക്ക്. ഓക്കെ. പിന്നൊന്ന് സൂം ഔട്ട് ചെയ്യാവോ കിച്ചൺ കാണാൻ? ഫ്രിഡ്ജ് അങ്ങനെ ഓപ്പൺ ആക്കി ഇടാനാണോ? ഞാൻ ഒരു എൻട്രിയിൽ ഒരു ബോക്സ് ടൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. നമ്മള് പാനലിംഗ് ചെയ്യുമല്ലോ, നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ഒരു പാനലിംഗ് ചെയ്യാൻ നേരത്തെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രിഡ്ജ് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഉദ്ദേശിച്ചത്. ഫ്രിഡ്ജ് നമുക്ക് കാണില്ല, മീൻസ് ഫ്രിഡ്ജ് ഒരു ബോക്സിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. മനസ്സിലാവുണ്ടോ? ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് ഇരുന്നിട്ട് അല്ലേ? അങ്ങനെയായിരുന്നു ഫ്രിഡ്ജ് ഇരിക്കുന്നത്. എനിക്ക് ആ ലേഔട്ട് കണ്ടായിരുന്നോ? 2D ലേഔട്ട്. അതിനകത്ത് ഫ്രിഡ്ജ് തുറക്കുന്നത് കിച്ചണിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരു ആർക്കിട്രേവ് വർക്ക് ചെയ്ത് കൊടുക്കും. ആർക്കിട്രേവ് അല്ല, ഒരു എന്താ പറയാ, ഡോറിന് നമ്മൾ ഫ്രെയിം അടിക്കൂലേ, അതേപോലെ പ്ലൈവുഡിൽ കൊടുത്തിട്ട് ഫ്രിഡ്ജ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഫ്രിഡ്ജ് സൈഡിൽ നിന്നൊക്കെ ഫ്രിഡ്ജ് കാണില്ല, ആ ബോക്സിന്റെ ഉള്ളിലായിരിക്കും ഫ്രിഡ്ജ്. അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു കട്ടിങ് കിട്ടും ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട്, അതായത് വർക്ക് ഏരിയയുടെ ബാക്കില്. ഓക്കെ. ഇതിപ്പോ അവരുടെ ഇഷ്ടത്തിന് തട്ട് കൊടുക്കണമെങ്കിൽ തട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അത് അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടേ ചെയ്യാം. ഇതിന്റെ ഹൈറ്റ് ഇപ്പൊ വരുന്നത് ഫ്രിഡ്ജ് കവർ ചെയ്യുന്ന ഏരിയ എത്രയുമായിട്ടായിരിക്കും വരിക? അതെ. എന്നിട്ട് ടോപ്പിൽ വേണമെങ്കിൽ ഷെൽഫ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമല്ലോ. അപ്പൊ ഒരു വൃത്തിയുടെ അവോയ്ഡ് ചെയ്ത് കിട്ടും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം എന്താ പറയാ, സെപ്പറേറ്റ് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ അതിന്റെ ടോപ്പിൽ ഇപ്പൊ ഒഴിഞ്ഞു കിടക്കല്ലേ അത്രയും ഭാഗം. ആ രീതി. ഇതിന്റെ ലിൻഡലിന്റെ തിക്നെസ് എത്ര? 30 ആണോ ഇവിടെ വരുന്നത്? ലിൻഡല് 240 ഇല്ല, ബീം അല്ല വരുന്നത്. 240 ഹൈറ്റിലാണ് ബീം വരുന്നത്. ബാക്കി മുകളിലോട്ട് കട്ട കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3 മീറ്റർ അല്ല അത് കാണിച്ച, 330 ആണ്. ലിവിംഗ് റൂമിൽ സീലിംഗ് കാണിച്ചിട്ടില്ലേ? സ്റ്റെയറിന്റെ ആ സൈഡ് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. അല്ല, ഗ്ലാസ് അല്ല, ഹാൻഡ് റെയിൽ തന്നെ വരുന്നത്. ആ ഒരു ഡൈനിങ്ങിൽ നിന്ന് നോക്കുമല്ലോ, ഫാനിന്റെ സൈഡ് കെട്ടിമുട്ടിക്കുന്നില്ല. അപ്പൊ ഹാൻഡ് റെയിൽ തന്നെ. ഓക്കെ. അല്ല, ഇതിന്ന് വ്യൂ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ജിനാസെ, നമ്മുടെ ഈ സ്റ്റെയർ കയറുന്ന ഭാഗമില്ലേ, മുകളിലോട്ട് കയറുന്നതിന്റെ ആ കിച്ചന്റെ ആ ഭാഗത്തോട്ട് എന്തായിരിക്കും ചെയ്യാ? അവിടെ റെയിൽ തന്നെയാണോ? അവിടെ ഒരു ചെറിയ ഓപ്പണിങ് വന്നില്ലേ? എവിടെയാണ്? പോർഷൻ അത് തന്നെ. അത് റെയിൽ ചെയ്യുന്നതാണ് ഭംഗി, സ്റ്റെയർ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. റെയിൽ കൊടുക്കാനാണോ? ഏതാണോ നമ്മൾ സ്റ്റെപ്പ് കൊടുക്കുന്നത് അത് കണ്ടിന്യൂറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആണല്ലേ? അല്ല, അവിടെ ഇങ്ങനെ അൺഈവൻ ആയിട്ടാണല്ലോ നമുക്ക് കാണുന്നത്.
ഇല്ല, നമ്മള് സ്റ്റെപ്പ് എങ്ങനെ കൊടുക്കുന്നു അതിന്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. MS ആണോ ഉദ്ദേശിക്കുന്നത്? ഹാൻഡ് റെയില്? ആ MS ആ സ്ക്വയർ ട്യൂബ് അല്ലേ ഉദ്ദേശിച്ചേ? സ്ക്വയർ ട്യൂബിന്റെ ടോപ്പിൽ വല്ല വുഡ് അങ്ങനെയൊക്കെയാണോ ആ ഉദ്ദേശിച്ചത്? ആ ആ അതാണ്. എന്നിട്ട് അതിനകത്ത് സ്ക്വയർ ട്യൂബ് എന്താ ബ്ലാക്ക് അടിക്കാനോ? ബ്ലാക്ക് അല്ല, ഞാനൊരു ഗോൾഡൻ കളറാ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡില് MS-ന്റെ ട്യൂബ് മാത്രം ഇതിൽ വന്ന് നിൽക്കുന്ന രീതി ചെയ്തൂടെ? സ്ലാബിലേക്ക് ചുമ്മാ കണക്ട് ചെയ്തല്ലേ? കണക്ട് ചെയ്യാനായിട്ട്. അത് പറ്റും, അത് പറ്റും. മറ്റേ റീല് പോലെ വരുമ്പോഴേ നമുക്ക് ആ ഹാൻഡിൽ അവിടെ പോസിബിൾ അല്ലെന്ന് തോന്നി, അതാ ഞാൻ ചോദിച്ചത്. ഹാൻഡിൽ പോസിബിൾ അല്ല. ഹാൻഡിൽ അതാണ്. വെക്കണമെങ്കിൽ ഉള്ളിൽ വെക്കണം. അപ്പൊ അത്രയും പ്രൊജക്ഷൻസ്, അത്ര സ്റ്റെപ്പ് നമുക്ക് പോകും. ഇതിപ്പോ പുറത്തുനിന്ന് ആ ഡിസൈൻ കൊടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. എന്നിട്ട് വോളിൽ വന്ന് ഫിനിഷ് ചെയ്തേക്കണം, സ്ലാബിൽ വന്ന് ഫിനിഷ് ചെയ്തേക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിപ്പോ സജഷൻ തന്നിരിക്കുന്നത് നമുക്ക് റെയിൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നല്ലേ? അതെ അതെ. ഇവിടെ പാർട്ടീഷൻ പോലെ റെയിൽ ഇരിക്കും അപ്പൊ? പാർട്ടീഷൻ നമ്മൾ ബാലിസ്റ്റർ കൊടുക്കുന്ന പോലെ ഓരോ ഇതിന്ന് അത് നിങ്ങൾ സ്പേസിങ് അനുസരിച്ചിരിക്കും. പിന്നുള്ളത് ആ പാസേജിന്റെ അടിയിലെ സീലിംഗ്. ഏത് പാസേജ് ആണ്? ഇപ്പൊ ഒരു ഫാൻ കാണിച്ചിട്ടില്ലേ? ഇതല്ല, ആ വിൻഡോ ഇല്ല, സിംഗിൾ പാളി വിൻഡോയുടെ മേളിലുള്ള. ഓക്കെ, അത് നിങ്ങളുടെ രീതി ചെയ്തോ, ഇതിന് ഇണങ്ങുന്ന പോലെ. ഞാൻ മറ്റേ വുഡൻ ഇതാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാസേജിന്റെ ബോട്ടത്തിൽ മാത്രം ഒരു വുഡ് കൊടുത്താൽ നല്ലതായിരിക്കും തോന്നിയായിരുന്നു. ജസ്റ്റ് ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് വെച്ചാൽ അത് ചെയ്യാം. പിന്നെ ആ ഫാൻ എങ്ങനെ നിൽക്കുന്നത്? അതിപ്പോ ജസ്റ്റ് മോഡലിൽ മാത്രമാണ്. ഇവിടെ ഫാൻ വരില്ലല്ലോ ഈ പോർഷനിൽ. ഇല്ല, ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ഫാൻ ഈ ഭാഗത്ത് സീലിംഗ് ഫാൻ ആയിട്ട് അങ്ങനെ കൊടുക്കാനായിട്ടാണോ? ഇല്ല, അവിടെ അതിന്റെ ഒരു ഡ്രോയിങ് ഇട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാൻ കൊടുത്തതിനാൽ കാറ്റ് കിട്ടൂലല്ലോ, ഡയറക്റ്റ് പുറകില. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ വിൻഡോയുടെ സൈഡിലോ, ഈ പോർഷനിലാട്ടാ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയുടെ അവിടെയും പിന്നെ ആ ഒരു ബീമിന്റെ അങ്ങോട്ടേക്കും എന്തെങ്കിലും എലമെന്റ് കയറ്റിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു. ഡബിൾ ഹൈറ്റ് വരുമ്പോൾ നമ്മൾ സാധാരണ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആ റിവോൾവിംഗ് അല്ല, വോൾ ഫാൻ. വോൾ ഫാൻ ആ ലെഫ്റ്റ് സൈഡ് വിൻഡോയുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, രണ്ട് വിൻഡോയുടെ ഒക്കെ ഒരു പോർഷൻ, അവിടെയോ അല്ല അവിടെയും പിന്നെ ഒരു ഫാൻ ഓപ്പോസിറ്റ് ആ ഒരു സ്ലാബിന്റെ അവിടെ ഒരു ബീം വന്നിട്ടുണ്ട്. ആക്ച്വലി സ്ലാബ് ലെവലാണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. ആ കേഴ്സർ ഇരിക്കുന്ന അവിടുത്തെ രണ്ട് ബീം ഉണ്ട്. ആ ബീം ഒരു 40 സെന്റിമീറ്ററിന്റെ ബീം. അപ്പൊ താഴോട്ട് ഒരു 30 സെന്റിമീറ്റർ ബീമായിട്ട് കാണിക്കും രണ്ട് സൈഡിലും. അപ്പൊ ഉള്ളിലൊരു പോക്കറ്റ് പോലെ. അതാണ് സീലിംഗ് വരുന്നത് ആ ഒരു പോർഷനില് ഹൈറ്റ്. അവിടെ ഒരു ബീം ഉണ്ട്, രണ്ട് ബീം വരും. അത് 120 ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്ഥലം എവിടെയാ വരുന്നത്? സ്ഥലം എവിടെയാണ്? ഓഫീസ് വെണ്ണലയാണ്. അപ്പൊ സൈറ്റ് വിസിറ്റ് ചെയ്തായിരുന്നോ, നോക്കിയായിരുന്നോ? ഇല്ല, സൈറ്റിലേക്കില്ല. സൈറ്റ് ഒന്ന് നോക്കുന്നതല്ലായിരിക്കും. അവിടെ ബീം വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ. അതേപോലെ മാസ്റ്റർ ബെഡ്റൂമിലും ഒരു ബീം, ടോയ്ലറ്റിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ പ്രൊജക്ഷൻ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റിന്റെ അകത്തും ഒരു ബീം എക്സ്ട്രാ പോകുന്നുണ്ട്. ടോയ്ലറ്റ് അല്ല, കോർട്ട്യാർഡിന്റെ അവിടെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ വാഷ് യൂണിറ്റ് കാണിച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒരു ബീം ടോപ്പില് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ബീം കാണും ടോപ്പില്. ആ ഭാഗത്ത് ഒരു ബീം വരും, ഒരു 20 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട്. അത് 40 സെന്റിമീറ്ററിന്റെ ബീമായിട്ട് തോന്നും. അടിയിൽ ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പ്ലെയിൻ കാണിക്കാൻ. വരച്ച് തന്നാ മതി, പ്ലാനിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേ. ജസ്റ്റ് പ്ലാനിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്ലാബ് ഡ്രോയിങ്ങും ഇവരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലാബ് ഡീറ്റെയിലിംഗില് അത് ആ ഡ്രോയിങ്സ് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ബ്രിക്കപ്പ് ഡ്രോയിങ്, രണ്ട് ലിൻഡൽ ഡ്രോയിങ്,
പിന്നെ ഉള്ളത് സ്ലാബ് ഡ്രോയിങ്. ഇത് മൂന്നും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ. ഓക്കെ ഈ ഡ്രോയിങ്സ് ഞാൻ അപ്പം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്നോട് ചോദിച്ചില്ലല്ലോ, ഇതിന്റെ ഡ്രോയിങ്സ് ചോദിച്ചില്ലല്ലോ അതാ. അല്ല, പൊതുവേ നമുക്ക് അങ്ങനെ അത്ര ഡീറ്റെയിലിംഗ് അങ്ങനെ ചെയ്യാറില്ല. ജസ്റ്റ് ഒരു 3D വ്യൂ എന്നുള്ള രീതിക്കാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ്സും അതുപോലെ കളേഴ്സ്, ഫർണിച്ചർ ലേഔട്ട്, സ്പേസ് പ്ലാനിങ് അങ്ങനെയുള്ളത്, പിന്നെ മെറ്റീരിയൽസിന്റെ ഒരു ഏകദേശം ഒരു റഫ് സ്കെച്ച്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്ര ബീംസിന്റെ ഇതൊന്നും അങ്ങനെ ഡീറ്റെയിലിംഗ് പറയുമെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യാറ്. ഓക്കെ. അല്ല, നമ്മളെ ഇത് ഡിസൈൻ ചെയ്യിക്കുന്നത് നമ്മൾക്ക് എങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നല്ല രീതിയിൽ ചെയ്താലല്ലേ നമുക്ക് ഇത് അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് അയച്ചു തന്നോളൂ, ബീമിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നോളൂ, സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ആ ഓക്കെ. ജിനാസ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റേ സ്റ്റെപ്പിന് വുഡൻ ഷെയ്ഡ് ആണോ കൊടുക്കുന്നത് ത്രെഡില് ചവിട്ടുന്ന അല്ല ഭാഗം? അല്ല അല്ല, സെയിം കളറാ കൊടുക്കണം. അത് ഞാനിപ്പോ പറഞ്ഞോളേ. വുഡൻ എലമെന്റ് എവിടെയെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു ചെറിയൊരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞല്ലോ ആ ഒരു പാസേജിന്റെ അവിടെ, അപ്പൊ രണ്ട് സൈഡിലും വൈറ്റ് ബീം വന്നിട്ട് സെന്ററിൽ ആ ഒരു വുഡന്റെ എന്തെങ്കിലും പാനലിംഗ് വർക്ക്, സീലിംഗ് വർക്ക് കൊടുത്തു കഴിഞ്ഞാലേ. ആ അതെ അതെ അതെ, ആ ഒരു ഈ പോർഷനിൽ ബ്ലാക്ക് ഇപ്പൊ ട്രാക്ക് കാണണ്ടല്ലോ. ലൈറ്റ്സ് കൊടുക്കണോ? ട്രാക്ക് ലൈറ്റ് അവിടെ കൊടുത്തിട്ട് ആവശ്യമുണ്ടോ? ട്രാക്ക് ലൈറ്റ് വേറെ എവിടെയെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്താൽ പോരെ? ആ ഓക്കെ. കാരണം അവിടെ ട്രാക്ക് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാ ഫോക്കസ് ചെയ്യേണ്ട, ഒരു സ്ഥലവും ഇല്ലല്ലോ നമുക്ക് കാണിക്കാനായിട്ട്. ജസ്റ്റ് താഴോട്ട് പോവാന്നുള്ളൂ. ഇവിടെ അവിടെ വുഡൻ നമുക്കൊരു വർക്ക് കൊടുക്കണ കാര്യം പറഞ്ഞത് ഈ ആ സ്റ്റെപ്പിന്റെ. ഒരു ബ്രിഡ്ജ് പോലെ പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ആ വുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അതൊക്കെ. ആ നല്ലതായിരിക്കും. അവിടെ മാത്രം, ബാക്കി എല്ലായിടത്തും വൈറ്റ് പ്ലെയിൻ ബ്രിഡ്ജിന്റെ സീലിംഗില് ഇത് അല്ലെ വുഡൻ വർക്ക്. വുഡ്. വുഡൻ ആ വർക്ക്. അപ്പുറം ആ ഇപ്പുറം ഒരു വൈറ്റ് ബീം കാണും, അത് ബോർഡർ ആയിട്ട് നിൽക്കും നമുക്ക്. ആ ആ ആ. മറ്റേ ഹാഫ് ബുദ്ധയൊക്കെ മാറ്റിയായിരുന്ന? ശ്രീപൂർണ്ണ ആ ബുദ്ധനെ ഞാൻ ഒരു റെഫറൻസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാനാ പറഞ്ഞത്. പക്ഷെ ഇത് സൈഡിലാ വെച്ചേക്കണത്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡബിൾ ഹൈറ്റിന്റെ മിഡിലായിട്ടാ, കുറച്ചുകൂടി മുകളിലായിട്ടാണ്. അവിടെ ബുദ്ധനെ വെച്ചാലേ പ്രാക്ടിക്കലി നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ സ്പേസ് കുറവ്. അവിടെ ഒരു പാസേജ് ആയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. അല്ല, അവിടെ അല്ല, ഞാനും ഉദ്ദേശിച്ചത് ഡബിൾ ഹൈറ്റിന്റെ മിഡിലായിട്ട്. ഈ ഭാഗത്ത് അതൊരു മറ്റേ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഒരു സ്കൾപ്ചർ പോലെ ചെയ്യുന്ന രീതിയല്ല ഉദ്ദേശിച്ചത്? അതൊന്നും ഇല്ല എന്റെ മനസ്സിൽ. ഒരു ബുദ്ധയുടെ ഒരു ഇത് എങ്ങനെയാണെന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യണം. ഒരു ഗ്ലാസ് സ്റ്റിക്ക് ചെയ്യുന്നതല്ല സൈഡിലൊക്കെ? ഗ്ലാസ്, ഹാഫ് ഗ്ലാസ് വെച്ചിട്ടുള്ള പരിപാടി. ബുദ്ധ അവിടെ കൊടുത്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ?